ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാട്ടെ. എസ്തേറിൻ്റെ പുസ്തകം 4-ാം അധ്യായം. സംഭവിച്ചതൊക്കെയും അറിഞ്ഞപ്പോൾ മൊർദെഖായി വസ്ത്രം കീറി രട്ടുടുത്ത് വെണ്ണീർ വാരി ഇട്ടും കൊണ്ട് പട്ടണത്തിൻ്റെ നടുവിൽ ചെന്ന് കൈപ്പോടെ അത്യുച്ചത്തിൽ നിലവിളിച്ചു. അവൻ രാജാവിൻ്റെ പടിവാതിലോളവും വന്നു. എന്നാൽ രട്ടുടുത്തും കൊണ്ടാർക്കും രാജാവിൻ്റെ പടിവാതിലിനകത്ത് കടന്നുകൂടായിരുന്നു. രാജാവിൻ്റെ കൽപ്പനയും തീർപ്പും ചെന്ന ഓരോ സംസ്ഥാനത്തും യഹൂദന്മാരുടെ ഇടയിൽ മഹാദുഃഖവും ഉപവാസവും കരച്ചലും വിലാപവും ഉണ്ടായി. പലരും രട്ടുടുത്ത് വെണ്ണീറിൽ കിടന്നു. എസ്തേറിൻ്റെ ബാല്യക്കാരത്തികളും ഷണ്ടന്മാരും വന്ന് അത് രാജ്ഞിയെ അറിയിച്ചപ്പോൾ അവൾ അത്യന്തം വ്യസനിച്ച് മൊർദെഖായിയുടെ രട്ട് നീക്കി അവനെ ഉടുപ്പിക്കേണ്ടതിന് അവന് വസ്ത്രം കൊടുത്തയച്ചു. എന്നാൽ അവൻ വാങ്ങിയില്ല. അപ്പോൾ എസ്തേർ തൻ്റെ ശുശ്രൂഷയ്ക്ക് രാജാവാക്കിയിരുന്ന ഷണ്ടന്മാരിൽ ഒരുത്തനായ ഹദാക്കിനെ വിളിച്ച് അത് എന്തെന്നും അതിൻ്റെ കാരണം എന്തെന്നും അറിയേണ്ടതിന് മൊർദെഖായിയുടെ അടുക്കൽ പോയി വരുവാൻ അവന് കൽപ്പന കൊടുത്തു. അങ്ങനെ ഹദാക്ക് രാജാവിൻ്റെ പടിവാതിലിന് മുമ്പിൽ പട്ടണത്തിൻ്റെ വിശാല സ്ഥലത്ത് മൊർദെഖായിയുടെ അടുക്കൽ ചെന്നു. മൊർദെഖായി തനിക്ക് സംഭവിച്ചതൊക്കെയും യഹൂദന്മാരെ നശിപ്പിക്കത്തക്കവണ്ണം ഹാമാൻ രാജഭണ്ഡാരത്തിലേക്ക് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത ദ്രവ്യസംഖ്യയും അവനോട് അറിയിച്ചു. അവരെ നശിപ്പിക്കേണ്ടതിന് ശൂഷനിൽ പരസ്യമാക്കിയിരുന്ന തീർപ്പിൻ്റെ പകർപ്പ് അവൻ അവൻ്റെ കയ്യിൽ കൊടുത്തു. ഇത് എസ്തേറിനെ കാണിച്ച് വിവരമറിയിപ്പാനും അവൾ രാജസന്നിധിയിൽ ചെന്ന് തൻ്റെ ജനത്തിനു വേണ്ടി അപേക്ഷയും യാചനയും കഴിക്കേണ്ടതിന് അവളോട് ആജ്ഞാപിപ്പാനും പറഞ്ഞു. അങ്ങനെ ഹദാക്ക് ചെന്ന് മൊർദെഖായിയുടെ വാക്ക് എസ്തേറിനെ അറിയിച്ചു. എസ്തേർ മൊർദെഖായിയോട് ചെന്നു പറവാൻ ഹദാക്കിന് കൽപ്പന കൊടുത്തത് എന്തെന്നാൽ, യാതൊരു പുരുഷനോ സ്ത്രീയോ വിളിക്കപ്പെടാതെ രാജാവിൻ്റെ അടുക്കൽ അകത്തെ പ്രാകാരത്തിൽ ചെന്നുവെങ്കിൽ ജീവനോടിരിക്കത്തക്കവണ്ണം രാജാവ് പൊൻചെങ്കോൽ അയാളുടെ നേരെ നീട്ടാഞ്ഞാൽ അയാളെ കൊല്ലണമെന്നൊരു നിയമമുള്ള പ്രകാരം രാജാവിൻ്റെ സകല ഭൃത്യന്മാരും രാജാവിൻ്റെ സംസ്ഥാനങ്ങളിലെ ജനവും അറിയുന്നു. എന്നാൽ എന്നെയും 30 ദിവസത്തിനകം രാജാവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ വിളിച്ചിട്ടില്ല. അവർ എസ്തേറിൻ്റെ വാക്ക് മൊർദെഖായിയോട് അറിയിച്ചു. മൊർദെഖായി എസ്തേറിനോട് മറുപടി പറവാൻ കൽപ്പിച്ചത്, നീ രാജധാനിയിലിരിക്കയാൽ എല്ലാ യഹൂദന്മാരിലും വെച്ച് രക്ഷപ്പെട്ടു കൊള്ളാമെന്ന് നീ വിചാരിക്കേണ്ട. നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്തു നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. എന്നാൽ നീയും നിന്റെ പ്രതിഭവനവും നശിച്ചു പോകും. ഇങ്ങനെയുള്ള ഒരു കാലത്തിനായിട്ടല്ലോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത് ആർക്കറിയാം. അതിന് എസ്തേർ മൊർദെഖായിയോട് മറുപടി പറവാൻ കൽപ്പിച്ചത്, നീ ചെന്ന് ശൂഷനിലുള്ള എല്ലാ യഹൂദന്മാരെയും ഒന്നിച്ചു കൂട്ടി നിങ്ങൾ 3 ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ എനിക്ക് വേണ്ടി ഉപവസിപ്പീൻ. ഞാനും എൻ്റെ ബാല്യക്കാരത്തികളും അങ്ങനെ തന്നെ ഉപവസിക്കും. പിന്നെ ഞാൻ നിയമപ്രകാരം അല്ലെങ്കിലും രാജാവിൻ്റെ അടുക്കൽ ചെല്ലും. ഞാൻ നശിക്കുന്നു എങ്കിൽ നശിക്കട്ടെ. അങ്ങനെ മൊർദെഖായി ചെന്ന് എസ്തേർ കൽപ്പിച്ചതുപോലെ ഒക്കെയും ചെയ്തു.